അവിടെ നിന്നുള്ള റിപ്പോർട്ടാണ് DMPക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളിൽ നിങ്ങളോട് സംസാരിച്ചത് തന്നെയാണ് ആ റിപ്പോർട്ടിലും അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അപ്പോൾ അത് പോരാ, അതിൽ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പരിശോധിക്കണമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DMയുടെ ഒരു ടീം തന്നെ അവിടെ പോയി ഇന്നവരവിടെ ചെന്നിട്ടുണ്ടാകും 10 മണിയോടുകൂടി. അപ്പോൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള നടപടി. സസ്പെൻഷന് തീരില്ല, സസ്പെൻഷന് തീരേണ്ട ഒരു കാര്യമല്ലല്ലോ അത്. ആ സസ്പെൻഷന് തീരില്ല. അതിൽ സ്വീകരിക്കാവുന്ന പരമാവധി നടപടികൾ സ്വീകരിച്ചിരിക്കും. അത് മറ്റുള്ളവർക്കും ഒരു സന്ദേശമായിരിക്കും. ഒരു കാരണവശാലും ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക? മനുഷ്യ മനസ്സിന് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ? അത്ര അതിക്രൂരമായിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും പരമാവധി നടപടികൾ അത് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിർദ്ദേശം നൽകിയത്. ഇതിൽ കേരളം ഒരുമിച്ചാണ്. ഇത് സംബന്ധിച്ച് തെറ്റ് ആര് ചെയ്താലും ആ തെറ്റ് തെറ്റായി തന്നെ കാണുകയുള്ളൂ. സീനിയേഴ്സ് ഒരു ജൂനിയേഴ്സിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ഒരു കാരണവശാൽ ചെല്ലേണ്ട കാര്യമില്ല. എന്തിനാണ് ചെല്ലുന്നത്? അപ്പോൾ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? മറ്റ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഇവർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ സൂപ്പർവിഷൻ എങ്ങനെയാണ്? ഈ കാര്യങ്ങളെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സംഭവം നടന്ന ഈ കോട്ടയത്തെ ജനറൽ നഴ്സിംഗിൻ്റെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ്. ഇനി DME തലത്തിൽ സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഗവൺമെൻറ് സ്വീകരിക്കേണ്ട നടപടിയാണെങ്കിൽ അത് റെക്കമെൻഡ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്രയും വലിയ സംഭവം നടന്നിട്ടും ആരും പരാതിപ്പെട്ടില്ല എന്ന് ലഘൂകരിക്കുന്ന മറുപടിയാണ് പ്രിൻസിപ്പൽ. അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. പരാതിപ്പെട്ടില്ല എന്നുള്ളതല്ലല്ലോ, അതാണ് പറഞ്ഞത്. ഇവിടെ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പ്രാഥമികമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അവിടെ ക്യാമറകൾ ഉൾപ്പെടെ ആ കോറിഡോറിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് റാഗിങ് മൂലം നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ, റാഗിങ് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ഈ ഫസ്റ്റ് ഇയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ആ തരത്തിലുള്ള മോണിറ്ററിംഗ് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കാനായിട്ട് DME അടുത്ത് പറഞ്ഞിരിക്കുന്നത്. JDNE ഉൾപ്പെടെയുള്ളവരാണ് അവിടേക്ക് പോയിരിക്കുന്നത്. അല്ല, ഇത് പരാതിപ്പെട്ടില്ല എന്ന് അവർ പറഞ്ഞു എന്നുള്ളതാണ് മനസ്സിലായത്. പക്ഷെ പരാതിയല്ലല്ലോ. പരാതി വരുമ്പോൾ മാത്രമല്ല, നമ്മളൊരു ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് താമസിക്കുന്ന ഇടവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് കൂടി ഉറപ്പാക്കണമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് റാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടി അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തിട്ടില്ലേ എന്നുള്ളത് പരിശോധിക്കും. മിനിസ്റ്റർ പത്തനംതിട്ടയിലൊരു വിഷയം കൂടി മിനിസ്റ്റർ CPMലേക്ക് സ്വീകരണം ഒരുക്കിയ ക്ഷണിച്ച മുനിസിപ്പൽ ചടങ്ങിൽ പങ്കെടുത്ത ശരൺചന്ദ്രനെ ഇപ്പോൾ 1 വർഷത്തിലേക്ക് കാപ്പ ചുമത്തി ജില്ലയിലെ നാട് കടത്തിരിക്കുകയാണ്. മിനിസ്റ്ററാണ് ഇയാളെ മാലയിട്ടുകൊണ്ട് ആ പാർട്ടി ക്ഷണിച്ചത്. അതൊരു വിവാദമായിരുന്നു. അയാൾ വീണ്ടും പോലീസ് തന്നെ 1 വർഷത്തേക്ക് ജില്ലയിൽ മാറുകയാണ്. ഇത് പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ പരിപാടിയിലാണ് അത്. പാർട്ടിയും പാർട്ടി ജില്ലാ സെക്രട്ടറി കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഇപ്പോൾ കോട്ടയത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പ്രതികരണം അറിയിച്ചിട്ടുള്ളത്. വീണ കൃത്യമായി പറയുന്നുണ്ട്, മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നുള്ളത്. എന്ന് മാത്രമല്ല, റാഗിങ്ങായി പോലും അല്ല ഇതിനെ കാണേണ്ടത്, അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനമായി കണ്ടിട്ടുള്ള നടപടികളായിരിക്കും